നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. ശബരിമല ദർശനത്തിനായി എത്തിയ യുവതികളെ പോലീസ് നിലയ്ക്കലിൽ തടഞ്ഞു. രേഷ്മ, നിശാന്ത്, ഷാനില എന്നിവരെയാണ് പോലീസ് തടഞ്ഞത്. ഇരുവരെയും പോലീസ് കൺട്രോൾ റൂമിലേക്ക് മാറ്റി. നേരത്തെയും ഇവർ മല കയറാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രതിഷേധങ്ങളെ തുടർന്ന് പോലീസ് നിർബന്ധിച്ച് തിരിച്ചിറക്കിയിരുന്നു. വിവരങ്ങളുമായി സുർജിത്തും കിരൺ ബാബുവും ചേരുന്നു. ആദ്യം സുർജിത്തിലേക്ക് പോവുകയാണെങ്കിൽ, സുർജിത്ത്, നിലവിൽ ഇവർ എവിടെയാണുള്ളത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, ഇവർ ഇപ്പോഴുള്ളത് നിലയ്ക്കൽ ബേസ് ക്യാമ്പിലാണ് ഉള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇരുവരും, അതായത് രേഷ്മയും അതോടൊപ്പം തന്നെ ഷാനിലയും ദർശനത്തിനായി വീണ്ടും നിലയ്ക്കലിലേക്ക് എത്തിയത്. ഇവർ എത്തിയ പടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് പോലീസ് അറിയിച്ചത്. സ്വാഭാവികമായും ഇവരോട് പിന്മാറണം എന്നുള്ള തരത്തിലുള്ള അഭ്യർത്ഥന പോലീസ് മുന്നോട്ട് വെച്ചതായുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അല്പസമയം മുമ്പ് വരെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പമ്പയിൽ അല്പസമയം മുമ്പ് വരെ പോലീസ് വിന്യാസം വലിയ രീതിയിലുണ്ടായിരുന്നു. പോലീസുകാർ സജ്ജരായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. സ്വാഭാവികമായും എന്തുതന്നെയായാലും ദർശനത്തിനുള്ള ഒരു സാധ്യത എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിക്ക് അയവ് വന്നിട്ടുണ്ട്. ഇതിന് പ്രധാനമായ കാരണം ഇവരുമായി പോലീസ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ കഴിഞ്ഞ 16-ാം തീയതിയാണ് ഇവർ ദർശനത്തിന് ശ്രമിച്ചത്. ദർശനത്തിന് ഇവിടെ എത്തുകയും പുലർച്ചെ ഒരു 4:10 പമ്പയിലെത്തുകയും പമ്പയിൽ നിന്നും പോലീസ് ഇവരെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്തു. പക്ഷേ അത് പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയപ്പോൾ ചെളിക്കുഴി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് നീലിമലയുടെ താഴ്വാരത്ത് വെച്ചുകൊണ്ട് പോലീസ് പ്രതിഷേധക്കാർ ഇവരെ തടയുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ 7ഓളം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ നൽകിയ വിശദീകരണം, ഈ മാധ്യമങ്ങൾക്കെതിരെയാണ് ഇവർ പ്രധാനമായും രംഗത്ത് എത്തിയത്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും രംഗത്തെത്തിയിരുന്നു. പോലീസ് ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ പിന്നീട് അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് ഇവിടെ നിന്നും മാറ്റുകയാണ് ഉണ്ടായത്. ഈ നിലയിൽ ഇവർ വീണ്ടും ഇവിടേക്ക് എത്തുമെന്നുള്ള തരത്തിലുള്ള പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. ആ ഒരു തരത്തിൽ തന്നെയാണ് ഇന്ന് വീണ്ടും ഇപ്പോൾ ദർശനത്തിന് ആയി ഇവിടേക്ക് എത്താനുള്ളൊരു നീക്കം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും പോലീസ് ഇവരെ വിലക്കുകയാണ് ചെയ്തത്. ഇതിന് പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മുകളിൽ 50,000-ഓളം ആളുകളുണ്ട്. സ്വാഭാവികമായും അത് വലിയ അളവിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ മണ്ഡലകാലം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള നാളെ കൂടിയാണ് ഈ തരത്തിൽ മണ്ഡലകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും ആ ഒരു പ്രതിഷേധം ഈ അവസാന സമയത്ത് രൂപപ്പെട്ടാൽ അത് സന്നിധാനത്ത് വലിയ അളവിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ പിന്മാറണമെന്നുള്ള അഭ്യർത്ഥനയാണ് പോലീസ് ഇവരോട് മുന്നോട്ട് വച്ചത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നിലയ്ക്കലിൽ തുടരുകയാണ് എന്നുള്ളതാണ് വിവരം. രഞ്ജിനി, സുർജിത്ത്, ഒപ്പം തന്നെ ഇവര് നിലയ്ക്കൽ എത്തിയ ശേഷമാണോ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത്? അതേ നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണോ ഇവർ ആദ്യം നിലയ്ക്കലിലേക്ക് എത്തുന്നതും? നേരത്തെ ഇവർ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഈ രേഷ്മ, നിശാന്ത് ഈ മണ്ഡലകാലം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ മാലയിട്ട ആളാണ്. അതായത് ഈ കോടതി വിധി വന്നതിൻ്റെ തൊട്ട് പിറകെ തന്നെ ഇവർ മാലയിട്ട് വ്രതം അനുഷ്ഠിച്ച് വരുന്ന ആളാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 102 ദിവസമായി വ്രതം അനുഷ്ഠിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഇവർ പോലീസിനോട് ഇത്തരത്തിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരുന്നു. അത് ആവശ്യപ്പെട്ടിരുന്നു. ശബരിമല ദർശനം സുഗമമായ രീതിയിൽ നടത്താനുള്ള സൗകര്യം പോലീസ് ഒരുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ആവശ്യം ഇവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു അനുകൂലമായൊരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പരമാവധി എത്തിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് ഇവിടുന്ന് പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. സ്വാഭാവികമായും അത്തരത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്തുക എന്നുള്ളത് തീർച്ചയായും അപ്രായോഗികമായുള്ള ഒരു കാര്യമാണ് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് പോലീസ് ഇപ്പോൾ നൽകിയത്. ഇവർ നിലയ്ക്കലിലെത്തിയത് പുലർച്ചെയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പുലർച്ചെ എത്തിയ ശേഷം ഇവർ പോലീസുമായി സംസാരിച്ചു. നിലയ്ക്കൽ കൺട്രോൾ റൂമിലാണ് ഇരുവരും ഉള്ളത്. ഇപ്പോഴും പോലീസുമായി സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്നത്. എന്നാൽ സുരക്ഷ ഒരുക്കാനാകില്ല എന്നുള്ള തരത്തിലുള്ള സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ദർശനം എത്രത്തോളം സാധ്യമാകുമെന്ന് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. രഞ്ജിനി.
സുർജിത, ഒപ്പം തന്നെ കഴിഞ്ഞ തവണ 2 തവണ എത്തിയപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ്. കഴിഞ്ഞ തവണ എത്തിയപ്പോഴും നീലിമലയിൽ 2 മണിക്കൂറോളം ഭക്തരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഇവർ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് നിലയ്ക്കലായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നിലവിലുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള ഒരു സാഹചര്യം നിലയ്ക്കലിൽ രൂപപ്പെട്ടിട്ടില്ല. ഭക്തരെല്ലാം തന്നെ ഈ വിവരം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും ആ ഒരു തരത്തിൽ ഭക്തർക്കിടയിലെ പ്രതിഷേധക്കാർ ഒരുപക്ഷെ പ്രതിഷേധവുമായി നിലയ്ക്കൽ തന്നെ രംഗത്തെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. 50,000-ഓളം പേർ ഇന്നലെ സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടേക്ക് എത്തിയാൽ പോലും ഇവിടെയും അത്തരത്തിൽ ഭക്തർ തമ്പടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഭക്തരുടെ വലിയ രീതിയിലുള്ള ഒരു നിര തന്നെ ഈ പമ്പയിലും പ്രകടമാണ്. സ്വാഭാവികമായും പമ്പയിലും അതോടൊപ്പം പമ്പയിൽ എത്തിച്ചാൽ പോലും അത്തരത്തിൽ പ്രതിഷേധം രൂപപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും മുകളിലേക്ക് പോകും തോറും മരക്കൂട്ടം ഉൾപ്പെടെയുള്ള അപ്പാച്ചിമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഭക്തർ തങ്ങി നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം രൂപപ്പെടാനുള്ള സാധ്യത നിലവിലുണ്ട്. അത്തരത്തിലുള്ള സാധ്യത ഉള്ളപ്പോൾ തന്നെ ഈ വളരെ സുഗമമായ രീതിയിൽ മുകളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് അപ്രായോഗികമാണ്. അത്തരത്തിലുള്ള പ്രതിഷേധം രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് വഴിമാറിയാൽ അത് വലിയ രീതിയിലുള്ള ദുരന്തത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘർഷം പോലീസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു അപ്രായോഗികമായ സംഗതിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ഇവരെ പിന്തിരിപ്പിക്കുന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത്. മണ്ഡലകാലം അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നുള്ള നിലയിൽ തന്നെ ഭക്തർ കൂടുതലായി അവിടേക്ക് എത്തിയിട്ടുണ്ട്. 50,000-ഓളം പേർ ഇന്നലെ തന്നെ കയറിയിട്ടുണ്ട്. ഏതാനും പേർ തിരിച്ച് ഇറങ്ങിയിട്ടുമുണ്ട്. ഈ വരുന്ന ഭക്തരുടെ ഈ ഒരു ഒഴുക്കിനിടയിലൂടെ ഇവരെ അങ്ങോട്ട് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തികച്ചും അപ്രായോഗികമായ കാര്യമായാണ് പോലീസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവരോട് പിന്തിരിയണമെന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ തന്നെ ഈ ദർശനത്തിന് വേണ്ടി ഈ രേഷ്മയും അതോടൊപ്പം തന്നെ ഷാനിലയും എത്തിയ ഘട്ടത്തിൽ പോലും പോലീസ് ഇവിടെ നിന്നും അവരെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടത്തി. അത് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക്, അതായത് പമ്പയിൽ നിന്ന് 1/2 കിലോമീറ്റർ നീങ്ങുമ്പോഴേക്കും പ്രതിഷേധം ആദ്യഘട്ടത്തിൽ രൂപപ്പെട്ടു. ഇതേ തുടർന്ന് ഒരു 7 പേരെ പോലീസ് 7 ശബരിമല കർമ്മസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ പ്രതിഷേധക്കാർ ആ ഘട്ടത്തിൽ പിരിഞ്ഞുപോയി. പിന്നീട് 1 മണിക്കൂറോളം അത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടിരുന്നില്ല. എന്നാൽ പിന്നീട് അത് വലിയൊരു പ്രതിഷേധമായി മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള വിമർശനവും ഒപ്പം തന്നെ അവരെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന വഴിയിൽ, അതായത് ഈ പമ്പയിൽ നിന്നും കൊണ്ടുപോകുന്ന വഴി ഇളനീർ പോലുള്ള വസ്തുക്കൾ, ഇളനീർ ചെത്തിയ തോടുൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ട് എറിയുന്ന ഒരു സമീപനവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു അക്രമോത്സുക പ്രതിഷേധത്തിലേക്ക് വഴിമാറിയാൽ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നമായി മാറും. മണ്ഡലകാലം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നമായി മാറും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പരമാവധി ഇത്തരത്തിൽ ഇവരെ പിന്തിരിപ്പിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്തരത്തിലുള്ള സമീപനമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക? ഇവർ ആ നിലപാടിൽ പോകണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നാൽ പോലീസിനെ സംബന്ധിച്ച് സുരക്ഷ ഒരുക്കുക എന്നുള്ള തരത്തിലുള്ള സമീപനം സ്വീകരിക്കേണ്ടി വരും. എന്നാൽ അത് എന്ത് സമീപനമാണ് പോലീസ് സ്വീകരിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥിതി ഉള്ളത്. രഞ്ജിനി, സുർജിത്ത് തുടരുക. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് കിരൺ ബാബു കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. കിരൺ ബാബു, എന്തായാലും മണ്ഡല മകരവിളക്കോത്സവത്തിന് നാളെ സമാപനമാകാനിരിക്കെയാണ് 2 യുവതികൾ കൂടി നിലയ്ക്കലെത്തിയിരിക്കുന്നത്. സന്നിധാനത്തെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? സന്നിധാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം വന്നിട്ടില്ല. നേരത്തെയും ഇവർ 2 പേരും വരുന്നതും നീലിമലയിൽ വെച്ച് അവരെ തടഞ്ഞതും ഏകദേശം 3-3.5 മണിക്കൂറോളം നീണ്ട സംഘർഷത്തിൻ്റെ അവസ്ഥയും എല്ലാം ഉണ്ടായിരുന്നു. അന്നും സന്നിധാനത്ത് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല. പോലീസ് ചില ജാഗ്രത പാലിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ഏതെങ്കിലും ഭക്തർക്ക് സുഗമമായ രീതിയിൽ തന്നെ ദർശനം നടത്താനും മറ്റ് ചടങ്ങുകൾക്കെല്ലാമുള്ള സൗകര്യങ്ങൾ അന്നും ഉണ്ടായിരുന്നു. സന്നിധാനത്തിൻ്റെ ആകെ പ്രവർത്തനത്തെ ഇത് പ്രത്യക്ഷമായി ഒരു തരത്തിലും തന്നെ ബാധിച്ചിരുന്നില്ല. ഇന്നും അതുതന്നെയാണ് അവസ്ഥ. സന്നിധാനത്ത് ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നില്ല. പോലീസ് ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇന്ന് രാത്രി 10 മണിയോടുകൂടി സാധാരണ ഭക്തർക്കുള്ള ദർശനം അവസാനിക്കുകയാണ്. നാളെ രാവിലെ നട തുറക്കുമെങ്കിലും അത് പന്തളം മുൻ രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ദർശനമാണ്. 7 മണിയോടുകൂടിയാണ് നട അവസാനിക്കുന്നത്. ഈ മണ്ഡല മകരവിളക്ക് കാലം അവസാനിച്ച് നട അടയ്ക്കുന്നത്. ഇനി ഒരു 16 മണിക്കൂറുകൾ മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഇതുവരെ ഒരു പോലീസ് നടപടി
കൂടാതെ ഈ മണ്ഡല മകരവിളക്ക് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞു. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാരിന് യുവതീ പ്രവേശനം സാധ്യമായി. അതോടൊപ്പം തന്നെ ഒരു പോലീസ് നടപടിയില്ലാതെ ഈ മണ്ഡല മകരവിളക്ക് കാലം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു. സർക്കാരിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ വിജയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇനിയൊരു പോലീസ് നടപടിയുടെ അല്ലെങ്കിൽ പോലീസ് സംരക്ഷണയിൽ വീണ്ടും യുവതികളെ കൊണ്ടുവരിക എന്നൊരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസവും ഇതേ നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിച്ചത്. അന്ന് നീലിമലയിൽ വെച്ച് ആദ്യം തടയാനുണ്ടായത് 2-3 പേരാണ്. അതിനുശേഷം പിന്നീട് 2 പേർ കൂടി വന്നു. 5 പേരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായതെങ്കിലും പോലീസ് അവരെ മുന്നോട്ട് കൊണ്ടുപോകാതെ പോലീസ് തന്നെയാണ് തടഞ്ഞു നിർത്തിയത്. പിന്നീട് അതിനുശേഷം ഏകദേശം 1/4 മണിക്കൂറിന് ശേഷമാണ് പ്രതിഷേധത്തിന് കൂടുതൽ ആളുകൾ എത്തിയതും പ്രതിഷേധത്തിലേക്ക് വലിയൊരു പ്രതിഷേധമായി മാറിയതും. ഇന്നും ഏകദേശം അതുതന്നെയാണ് അവസ്ഥ. നിലയ്ക്കൽ വെച്ച് തന്നെയാണ് പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനിയും അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധക്കാരുടെ എണ്ണം ഇപ്പോൾ സന്നിധാനത്ത് വളരെ രീതിയിൽ കുറവുണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാലും അവരുടെ സാന്നിധ്യം ശക്തമായി തന്നെയുണ്ട്. തിരുവാഭരണത്തിനൊപ്പം വന്നവരടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമായി നിൽക്കാനുള്ള സാധ്യത കൂടി പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാമജപം എന്ന പേരിൽ എല്ലാ ദിവസവും രാത്രിയിൽ നടക്കുന്ന നാമജപത്തിൽ പ്രതിഷേധക്കാരുടെ ഒരു സാന്നിധ്യം, നല്ല രീതിയിലുള്ള സാന്നിധ്യമുണ്ട്. ഇതിന്റെ എണ്ണം കുറവാണെങ്കിലും ഇപ്പോഴും അവരുടെ സാന്നിധ്യം ശക്തമാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അവർ ഈ അവസാന ദിവസം നടക്കുന്ന ഇങ്ങനെ ഒരു യുവതി പ്രവേശനത്തിന് പോലീസ് മുതിർന്നാൽ അവർ ഏതറ്റം വരെയും പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടി കണ്ടുകൊണ്ട് പോലീസ് ഇനി ഇത്തരം ഒരു ശ്രമം ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ഒപ്പം തന്നെ കിരൺ, എന്തായാലും സുരക്ഷ എത്രത്തോളം ശക്തമാണ്? എന്തായാലും ഈ 2 യുവതികൾ നിലയ്ക്കലെത്തിയ ഒരു സാഹചര്യത്തിലൊക്കെ രജനി, സാധാരണ നിലയിൽ മകരവിളക്ക് കഴിഞ്ഞാൽ ഈ സന്നിധാനത്ത് ആകെ വിന്യസിച്ചിരിക്കുന്ന പോലീസുകാരിൽ പകുതിയോളം പേരെങ്കിലും പിൻവലിക്കുന്നതാണ്. ഈ മകരവിളക്ക് ദിവസമാണ് അത്രത്തോളം 1, 2, 3 ദിവസത്തോളം വരുന്ന ഭക്തരാണ് മകരവിളക്ക് കാണാൻ വേണ്ടി സാധാരണഗതിയിൽ സന്നിധാനത്ത് തങ്ങുന്നത്. അപ്പോൾ ആകെ ഭക്തരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഈ സമയത്ത് തിരക്ക് അനിയന്ത്രിതമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി പോലീസ് ഫോഴ്സിനെ ഉപയോഗിക്കുന്നത് ഈ സമയത്താണ്. അത് തിരക്ക് നിയന്ത്രിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചത്. എന്നാൽ ഈ മകരവിളക്കിന് ശേഷം ഇതിൽ നല്ലൊരു ശതമാനം പോലീസുകാരെ മടക്കി വിട്ടിരുന്നില്ല. 2 ദിവസത്തിന് മുമ്പ് മാത്രമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പോലീസുകാരെ മടക്കി വിട്ടത്. എങ്കിലും ആ മകരവിളക്ക് ശേഷം 2275 പോലീസുകാരാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളുമായി ഉണ്ടായിരുന്നത്. അതിൽ ഭൂരിപക്ഷം പേരും ഇപ്പോഴും ഈ സന്നിധാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുടെ വകയില്ല. പോലീസിന് ആവശ്യത്തിനുള്ള ഫോഴ്സ് ഉണ്ട്. മുൻ ദിവസങ്ങളിലെ പോലെ അത്ര തിരക്ക് ഇന്ന് സന്നിധാനത്തില്ല. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് വന്നാലും പ്രതിഷേധങ്ങൾ ഉയർന്നാലും പോലീസിന്റെ ഫോഴ്സിന്റെ ഭാഗത്ത് എണ്ണത്തിലും ബാക്കിയുള്ള തയ്യാറെടുപ്പുകളിലും പോലീസിനെ സംബന്ധിച്ച് യാതൊരു വീഴ്ചയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അത്രത്തോളമുള്ള തയ്യാറെടുപ്പുകളുള്ള ശക്തി പോലീസിന് നിലവിൽ ഉണ്ട്. എന്നാൽ പോലീസ് ആഗ്രഹിക്കുന്നത് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും പ്രതിഷേധക്കാർ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച് പ്രതിഷേധക്കാരൻ മാത്രമാണ് ഉള്ളതെങ്കിലും അവർക്ക് വേണമെങ്കിലും ഒരു അക്രമത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോലീസ് നടപടി ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു മുൻകരുതലാണ് പോലീസ് ഇപ്പോൾ എടുക്കുന്നത്. ഏതറ്റം വരെയും പോകാൻ പ്രതിഷേധക്കാരെ അനുവദിക്കാതിരിക്കുക, പോലീസ് നടപടി കൂടാതെ ഈ അവസാന ദിവസം വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനിയുള്ള ഒരു 16 മണിക്കൂറുകൾ, ആ 16 മണിക്കൂറുകൾ കൂടി പോലീസ് നടപടി കൂടാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അത് വലിയ നേട്ടം തന്നെയാണ്. ഇത്രയേറെ പ്രതിഷേധക്കാർ നിൽക്കുന്ന ഒരു കേരളത്തിലെ വലിയൊരു പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധക്കാരെ എത്തിക്കുന്നു. എന്നിട്ട് പോലും ഒരു പോലീസ് നടപടി ഒഴിവാകാതെ മണ്ഡല മകരവിളക്കാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറാവില്ല എന്നാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന സൂചന. കിരൺ, തുടരുക. സുർജിത്ത് നിലയ്ക്കൽ നിന്ന് തുടരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും പോലീസ് അവരുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം തന്നെയാണോ നിലയ്ക്കൽ നിന്നുള്ളത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നിലയ്ക്കലിൽ ഇപ്പോഴും പോലീസ് ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിനി. പരമാവധി ഇവരെ നിരുത്സാഹപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇവരെ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അകലേക്ക്, അതായത് നീലിമലയുടെ താഴ്വാരത്തേക്ക് കൊണ്ടുപോവുകയാണ് അന്നുണ്ടായത്. അവിടെ വെച്ച് പ്രതിഷേധം രൂപപ്പെട്ടു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്ന സമീപനമുണ്ടായി. തുടർന്ന് 1 മണിക്കൂറോളം ശാന്തമായൊരു സ്ഥിതിയായിരുന്നു. എന്നിട്ട് പോലും അവർ അവിടെ തന്നെ തമ്പടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മുകളിലേക്ക് കയറ്റാനൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പിന്നീട് അവരെ പറഞ്ഞയക്കുകയാണ്. ഒരുപക്ഷെ ബലം പ്രയോഗിച്ച് എന്നുള്ള രീതിയിൽ തന്നെ പോലീസ് അത്തരം സമീപനം സ്വീകരിച്ചാണ് ഇവരെ തിരിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. സ്വാഭാവികമായും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് മണ്ഡലകാലം നാളെയായി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് വൈകിട്ട് വരെയാണ് ഭക്തർക്ക് അവിടേക്ക് മുകളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ കൂടുതൽ പ്രതിഷേധക്കാർ പല മേഖലയിലും തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. ഇത് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് വഴിമാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള തരത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ കൂടുതൽ ശബരിമല കർമ്മസമിതി പ്രവർത്തകരും RSS BJP പ്രവർത്തകരും എല്ലാം തന്നെ മുകളിൽ പല ഇടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് ആ തരത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നമായി സന്നിധാനത്തും മരക്കൂട്ടത്തും പാച്ചിമേട്ടിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ അത് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത്. പരമാവധി നിരുത്സാഹപ്പെടുത്തുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്നുള്ള തരത്തിലുള്ള സമീപനം ആണ് ഇവർ സ്വീകരിക്കുന്നത്. ഈ രേഷ്മയും അതോടൊപ്പം തന്നെ ഷാനിലയും സ്വീകരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ നടുവിലൂടെ ഇവരെ മുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് അപ്രായോഗികമാണ്. ഒരുപക്ഷെ പോലീസ് നടപടി എന്നുള്ള തരത്തിൽ ഉണ്ടായാൽ തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ദുരന്ത സമാനമായ ഒരു അന്തരീക്ഷത്തിന് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് ഒരു സമീപനം പരമാവധി ഇവരെ പിന്തിരിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഏതാണ്ട് 50,000-ന് മുകളിൽ ആളുകൾ ഇന്നലെ സന്നിധാനത്തേക്ക് കയറിയിട്ടുണ്ട്. അവരിൽ പലരും താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ പല ഇടങ്ങളിലും, അതായത് പ്രതിഷേധം കനപ്പെടാനുള്ള സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഈ ശബരിമല കർമ്മസമിതിയുടെ കൂടുതൽ പ്രവർത്തകരും ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തുതന്നെയായാലും അത്തരത്തിലൊരു പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് വഴി വെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പോലീസ് പരമാവധി ഇവരെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 108 ദിവസമായി വ്രതം തുടരുകയാണ് രേഷ്മ നിശാന്ത് എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചത്. അത് 102 ദിവസം എന്നുള്ള തരത്തിലായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. 108 ദിവസമായി നിരാഹാരം 108 ദിവസമായി ഇവർ വ്രതം തുടരുകയാണ് എന്നുള്ള തരത്തിൽ ഒരു നിലപാടാണ് പോലീസിനോട് ഇവർ പങ്കുവെക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ വ്രതമനുഷ്ഠിച്ച ആൾക്ക് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ അങ്ങോട്ടേക്ക് കടത്തി വിടണം എന്നുള്ള തരത്തിലുള്ള സമീപനം ഇവർ സ്വീകരിക്കുമ്പോൾ പോലീസ് പരമാവധി ഇവരെ നിരുത്സാഹപ്പെടുത്തുന്ന നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം വിജയിക്കുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഇവർ എന്തു തന്നെയായാലും മല കയറണം, സന്നിധാനത്ത് എത്തണം, അയ്യപ്പനെ തൊഴണം എന്നുള്ള തരത്തിലുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ അത് എത്രത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് കനത്ത വെല്ലുവിളി തന്നെയാണ്. പോലീസ് അതുകൊണ്ട് തന്നെയാണ് പരമാവധി ഇവരോട് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇവരോട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശബരിമല ദർശനത്തിനായി എത്തിയ യുവതികളെ പോലീസ് നിലയ്ക്കലിൽ തടഞ്ഞു. രേഷ്മ, നിശാന്ത്, ഷാനില എന്നിവരെയാണ് പോലീസ് തടഞ്ഞത്. ഇരുവരെയും പോലീസ് കൺട്രോൾ റൂമിലേക്ക് മാറ്റി. നേരത്തെയും ഇവർ മല കയറാൻ ശ്രമിച്ചിരുന്നു. എങ്കിലും പ്രതിഷേധങ്ങളെ തുടർന്ന് പോലീസ് നിർബന്ധിച്ച് തിരിച്ചിറക്കുകയായിരുന്നു. ഇപ്പോൾ ഇവർ പോലീസുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, എന്തായാലും മണ്ഡലം മകരവിളക്ക് ഉത്സവത്തിന് നാളെ സമാപനമാവാനിരിക്കുകയാണ്. ഇന്ന് രാത്രി കൂടി മാത്രമാണ് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് എത്തണമെന്ന ഉറച്ച ഒരു തീരുമാനത്തിലാണോ ഈ യുവതികളുള്ളത്? സുർജിത്തിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും കിരൺ ബാബു സന്നിധാനത്ത് നിന്നും തുടരുന്നുണ്ട്. കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡല മകരവിളക്ക് കാലത്തിന് നാളെ സമാപനമാവുകയാണ്. ഇന്ന് മാത്രമാണ് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുവതികൾ ഇന്ന് സന്നിധാനത്തെത്തേക്കാനുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സന്നിധാനത്തുനിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഭക്തരുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിനി, സന്നിധാനത്ത് ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടില്ല. സന്നിധാനത്തെ സംബന്ധിച്ച് സാധാരണഗതിയിലും താഴെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആദ്യഘട്ടങ്ങളിൽ മാത്രമാണ് സന്നിധാനത്ത് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളിലേക്ക് രൂപപ്പെടുകയും വലിയ നടപ്പന്തൽ വന്നിൽ പ്രതിഷേധം വരികയും ഒക്കെ ചെയ്തത്. കഴിഞ്ഞ ദിവസവും ഇവർ രണ്ടുപേരും വന്നപ്പോൾ ഏകദേശം 3 മണിക്കൂർ അധിക നേരം ഇത്തരം ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും സന്നിധാനത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല. ഭക്തർ സാധാരണ നിലയിൽ വരികയും അവർ ദർശനം നടത്തുകയും മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കുകയും മടങ്ങിപ്പോവുകയുമാണ് ചെയ്തിരുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില ജാഗ്രതകൾ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല.
മനസ്സിലാകുന്നില്ല. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ഇന്നത്തെ അവസാന ദിവസമാണ്. ഇന്ന് രാത്രി 10 മണിയോടുകൂടിയാണ് സാധാരണ ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വന്നവരെല്ലാം എത്രയും പെട്ടെന്ന് ദർശനം നടത്തി അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കണമെങ്കിൽ അത് പൂർത്തിയാക്കി മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്നവരാണുള്ളത്. വളരെ കുറച്ചു പേർ മാത്രമാണ് ഇവിടെ പ്രതിഷേധക്കാരായി ഉള്ളത്. നേരത്തെ പ്രതിഷേധക്കാരുടെ വലിയൊരു നിര തന്നെ സന്നിധാനത്ത് തമ്പടിച്ചിരുന്നു. ഏകദേശം മകരവിളക്ക് കഴിഞ്ഞതോടെയാണ് ഇവരിൽ വലിയൊരു വിഭാഗം മടങ്ങിപ്പോയത്. അതിൻ്റെ അടുത്ത ദിവസം ഇവർ രണ്ടുപേരും തന്നെ രേഷ്മയും ഷാനിലയും വരുന്നു എന്ന് പറഞ്ഞ് അടുത്ത ദിവസം വീണ്ടും പ്രധാനമായും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തുന്നത്. അത് ശബരിമല കർമ്മസമിതി എന്ന് പറയുന്നത് RSS പിന്തുണയോടുകൂടി BJP പിന്തുണയോടുകൂടിയുള്ള സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തകർ ധാരാളമായി വീണ്ടും അടുത്ത ദിവസങ്ങളിൽ എത്താൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വലിയ തോതിലുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. വൈകുന്നേരമാണ് ഈ മാധ്യമങ്ങളുടെ ഓഫീസിന് തൊട്ട് താഴെയാണ് വൈകുന്നേരം നാമജപ പ്രതിഷേധം നടത്തുന്നത്. ഈ നാമജപ പ്രതിഷേധങ്ങൾ തുടർച്ചയായി പങ്കെടുക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ, അവരുടെ വീഡിയോ അടക്കമുള്ള ചിത്രങ്ങൾ പോലീസ് ദിവസവും ശേഖരിക്കുന്നുണ്ട്. ഏകദേശം ഒരേ ആളുകൾ തന്നെയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. ഇവരുടെ എണ്ണത്തിൽ നല്ല രീതിയിൽ കുറവുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ പോലീസ് പ്രധാനമായും മനസ്സിലാക്കുന്നത് ഇവിടെ എത്തിക്കുന്ന തമ്പടിച്ചിരിക്കുന്ന പ്രതിഷേധക്കാരുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഉള്ളത് പന്തളത്ത് നിന്നും തിരുവാഭരണത്തിനൊപ്പം വന്നവരാണ്. തിരുവാഭരണത്തിനൊപ്പം വന്ന കുറച്ച് നാമജപ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്ന ചെറിയ പ്രവർത്തകരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. എണ്ണത്തിൽ അവർ കുറവാണ്. പക്ഷേ പോലീസ് പ്രധാനമായും കാണുന്നത് അങ്ങനെയല്ല. എണ്ണത്തിൽ ഇവർ കുറവാണെങ്കിലും രണ്ട് ഭാഗത്തെയും ഇപ്പോഴത്തെ അവസ്ഥ സർക്കാരിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു പോലീസ് നടപടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിഞ്ഞു. മണ്ഡലകാലം കഴിയുന്നു. മകരവിളക്ക് കാലത്തിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറിൽ നിൽക്കുന്നു. പ്രതിഷേധക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായും യുവതികളെത്തുന്നത് തടയാൻ കഴിഞ്ഞില്ല. ഒരു പരിധിവരെയുള്ള വിജയം സർക്കാരിൻ്റെ ഭാഗത്താണ്. സർക്കാരിനെ സംബന്ധിച്ച് യുവതികൾ കയറ്റണം എന്നൊരു അജണ്ട ഉണ്ടെങ്കിൽ അതും സാധ്യമായി എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിഷേധക്കാരെ സംബന്ധിച്ച് ഇത്രയേറെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും യുവതികൾ എത്തുന്നത് പൂർണ്ണമായി തടയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വീണ്ടും ഒരു യുവതികൾ എത്താനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഏതറ്റം വരെയും പോകാൻ സാധ്യതയുണ്ട് പ്രതിഷേധക്കാർ. അതിന് എണ്ണക്കൂടുതൽ ഒരു പ്രശ്നമല്ല. സ്വാഭാവികമായും ഇവിടെ നിൽക്കുന്ന പ്രവർത്തകർ അതിശക്തമായി തന്നെ ഇതിൽ വൈകാരികമായി പ്രതികരിക്കുന്നവർ കൂടിയാണ്. ഏത് തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് പോകാൻ ശേഷിയുള്ളവരാണ്. അത്തരം ശബരിമല കർമ്മസമിതിയുമായി ഇവിടെ ഏറ്റവും ശക്തരായ പ്രവർത്തകർ തന്നെയാണ് ഉള്ളത്. എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാം. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് നടപടിക്ക് പോലീസ് നിർബന്ധിതരാകും. അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ഇതുവരെ പോലീസ് തേടിയ ഒരു മേൽക്കൈ അല്ലെങ്കിൽ പോലീസ് നടപടി കൂടാതെ ഒരു വലിയൊരു മതവിശ്വാസത്തിന്റെ ഭാഗമായ ആരാധനാ കേന്ദ്രത്തിൽ ഇത്രയേറെ പേർ എത്തുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും അവിടെ പോലീസ് നടപടി കൂടാതെ അതിനെ പരിഹരിച്ചു എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഉണ്ടാക്കുന്ന നേട്ടം വളരെ വലുതാണ്. എന്നാൽ അവിടെ ഒരു പോലീസ് നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ സർക്കാരിന് നേരിടേണ്ട വിമർശനം, പോലീസിന് നേരിടേണ്ട ഒരു വിമർശനം വളരെ വലുതാവും. ഇതുകൊണ്ട് തന്നെ പോലീസ് ഏതു തരത്തിലും ഇവിടേക്ക് വരുന്ന ഇവരെ തടയാനുള്ള അല്ലെങ്കിൽ ഇവരെ നിരുത്സാഹപ്പെടുത്തി മടക്കി അയക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക. കഴിഞ്ഞ ദിവസവും ഇതുതന്നെയാണ് ഉണ്ടായത്. ഇന്നും ഏകദേശം ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇതേ രീതിയിൽ തന്നെയാവും. പരമാവധി സമയം അവരുമായി ചർച്ച നടത്തി നീട്ടിക്കൊണ്ടു പോകുന്നതും പ്രതിഷേധക്കാർക്ക് സംഘടിക്കാനും പ്രതിഷേധക്കാർ പലതരത്തിൽ കൂടാനുള്ള സാധ്യതകൾ കൂടും. അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞ് ഇവരെ മടക്കി അയക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്തരം ഒരു അനുനയ സമീപനം അല്ലെങ്കിൽ ഒരു തന്ത്രപൂർവമായ നിലപാടാവും പോലീസ് ഇന്നും സ്വീകരിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. ശബരിമല ദർശനത്തിനായി എത്തിയ യുവതികളെ പോലീസ് നിലയ്ക്കലിൽ തടഞ്ഞു. രേഷ്മ, നിശാന്ത്, ഷാനില എന്നിവരെയാണ് പോലീസ് നിലയ്ക്കലിൽ തടഞ്ഞത്. വിശദാംശങ്ങളാണ് സന്നിധാനത്ത് നിന്ന് കിരൺ ബാബുവും നിലയ്ക്കൽ നിന്ന് സുർജിത് അയ്യപ്പത്തും നൽകിയത്. പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവം നാളെ പൂർത്തിയാകുന്നു. ഭക്തരും പ്രതിഷേധക്കാരും മലയിറങ്ങുകയാണെങ്കിലും 51 യുവതികൾ ദർശനം നടത്തിയെന്ന സർക്കാർ വാദത്തെ ചൊല്ലിയുള്ള പുതിയ വിവാദം കടുക്കുകയാണ്. ഭക്തർക്കുള്ള ദർശനം ഇന്നത്തോടെ പൂർത്തിയാകും. പന്തളം മുൻ രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് നാളെ ദർശനത്തിന് അവസരം. അയ്യപ്പനെ യോഗനിദ്രയിലാക്കി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്ന ചടങ്ങ് നാളെ രാവിലെയാണ്. യുവതീ പ്രവേശനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നടുവിലാണ് മണ്ഡലകാലം നവംബർ 11 ആരംഭിച്ചത്. തർക്കവും പ്രതിഷേധവും കേരള അതിർത്തിയും കടന്നു. ഇതെല്ലാം ചേർന്ന് ഭക്തരുടെ എണ്ണം കുറച്ചപ്പോൾ നടവരവ് കുറഞ്ഞത് 100 കോടി. പ്രതിപക്ഷത്തെ രണ്ട് മുന്നണികളും ചില സമുദായ സംഘടനകളും സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങി. ഇതിന് പ്രതിരോധമായി മറ്റു ചില സമുദായ സംഘടനകളുടെ കൂടി സഹകരണത്തിൽ സർക്കാർ വനിതാ മതിൽ തീർത്തു. RSS നിയന്ത്രണത്തിലുള്ള ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ യുവതികൾ വന്നാൽ തടയാൻ ടേൺ വച്ച് പ്രതിഷേധക്കാരെ സന്നിധാനത്തെത്തിച്ചു. ഇതിനിടയിലും 3 യുവതികൾ ദർശനം നടത്തി. യുവതീ ദർശനം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചതിനു പിന്നാലെ തന്ത്രി നടചാരി ശുദ്ധിക്രിയ നടത്തി. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ നോട്ടീസിനുള്ള മറുപടിക്ക്
കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് തന്ത്രി. നാമജപം എന്ന പേരിൽ സന്നിധാനത്തെ മാധ്യമങ്ങളുടെ ഓഫീസിനു മുന്നിൽ ദിവസവും പ്രതിഷേധ കൂട്ടായ്മ നടന്നു. ഒടുവിൽ 51 യുവതികൾ ദർശനം നടത്തിയെന്ന സർക്കാർ വാദം ശബരിമല വിവാദത്തെ കൂടുതൽ കടുപ്പിക്കുന്നതിനിടയിലാണ് മണ്ഡല മകരവിളക്ക് കാലം പൂർത്തിയാകുന്നത്. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു മണ്ഡല മകരവിളക്ക് കാലമാണ് പടിയിറങ്ങുന്നത്. കേസ് പരിഗണിക്കുന്ന തീയതി സുപ്രീം കോടതി നീട്ടിവെച്ചതോടെ വിവാദങ്ങൾ പടിയിറങ്ങാൻ ഇനിയും കാലമെടുക്കുമെന്ന് വ്യക്തം. ക്യാമറമാൻ നിതിനൊപ്പം ആർ കിരൺ ബാബു, ന്യൂസ് 18 സന്നിധാനം. വഖഫ് ബോർഡ് ട്രിബ്യൂണലിൽ പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമസ്ത തുടങ്ങാനിരുന്ന പ്രക്ഷോഭം പിൻവലിച്ചു. ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രി KT ജലീലുമായി മലപ്പുറത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വഖഫ് ട്രിബ്യൂണലിൽ EK വിഭാഗം സുന്നികൾക്കും പ്രാതിനിധ്യം നൽകാൻ സർക്കാർ തീരുമാനമെടുത്ത സാഹചര്യത്തിലാണ് സമരം പിൻവലിച്ചത്. സർക്കാർ രൂപീകരിച്ച വഖഫ് ബോർഡ് ട്രൈബ്യൂണലിൽ സമസ്ത EK വിഭാഗത്തെ പൂർണ്ണമായും തഴഞ്ഞിരുന്നു. കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി, ധനകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി AC ഉബൈദുള്ള, അഡ്വക്കേറ്റ് TK ഹസൻ എന്നിവരടങ്ങുന്നതാണ് വഖഫ് ബോർഡ് ട്രൈബ്യൂണൽ. ജഡ്ജി ഒഴികെയുള്ള അംഗങ്ങൾ കാന്തപുരം വിഭാഗത്തിന്റെ നോമിനികളാണെന്നാണ് EK വിഭാഗത്തിന്റെ ആരോപണം. വഖഫ് ബോർഡിലെ വോട്ടിംഗ് അധികാരമുള്ള മുതവല്ലിമാരിൽ 80% EK വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും സംഘടന പറയുന്നു. എന്നിട്ടും വേണ്ടത്ര പ്രാതിനിധ്യം ട്രൈബ്യൂണലിൽ ലഭിക്കാത്തതാണ് സമസ്തയെ പ്രകോപിപ്പിച്ചത്. ട്രൈബ്യൂണൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ സമസ്ത പ്രതിഷേധ സമരവും പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമസ്ത നേതാക്കളെ മന്ത്രി KT ജലീൽ ചർച്ചയ്ക്ക് വിളിച്ചത്. ട്രൈബ്യൂണൽ മാർച്ചിൽ പുനഃസംഘടിപ്പിക്കുമെന്നും സമസ്തയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുമെന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. സമസ്ത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന ആളാവണമെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു പക്ഷത്ത് നിൽക്കാത്ത, നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ ആവണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നേരത്തെ മുതലേ സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് പരിഗണിക്കും. സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്ന് സമരം പിൻവലിക്കുന്നതായി സമസ്ത നേതാക്കളും അറിയിച്ചു. ആ ഫംഗ്ഷന് മുമ്പിൽ ഞങ്ങൾ പ്രതിഷേധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നിർത്തിവെക്കുകയാണ്. അനുകൂലമായ ഒരു പ്രതികരണമാണ് ഞങ്ങൾ കിട്ടിയത്. തവനൂർ വൃദ്ധമന്ദിരത്തിലായിരുന്നു ചർച്ച. ന്യൂസ് 18 തിരൂർ. ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.